അണലി അണ്ണൻ വന്നേ. നമ്മുടെ റാൻഡി ഓർട്ടൺ തിരിച്ചു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിസ്സായിരുന്നു. 2026 ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. WWE ആദ്യത്തെ ഷോ തന്നെയായിരുന്നു അത്. 2025 തനിക്കുണ്ടായിരുന്ന ഇഷ്യൂസ് പറയാതെ തനിക്ക് 2026 പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോൺസീനയുടെ റിട്ടയർമെന്റ് ടൂറിൽ തനിക്കൊരു മാച്ചോ തനിക്കൊരു മൊമെന്റോ തരാത്തതിന്റെ പേരിൽ തനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ജോൺസീനയെ ടാപ്പ് ഔട്ട് ചെയ്യിക്കേണ്ടത് താനായിരുന്നു. ഒരുപാട് പുതിയ താരങ്ങളെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും തന്നെ പുച്ഛിച്ചിട്ടിട്ട് മാത്രമേ ഉള്ളൂ. തന്റെ 2025 അവസാനത്തെ സ്മാക്ഡൗൺ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തനിക്ക് പേര് പോലും പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. മിസിനെ കളിയാക്കിക്കൊണ്ട് ടൈനി ബോൾസ് എന്ന് കമന്റ് ചെയ്തപ്പോൾ ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WWE പുതിയ ഫേസ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് മിസ് ആയിരിക്കുമെന്ന് അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തു. ഇപ്പോൾ WWE ലോക്കർ റൂമിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് താനാണ് എന്നുള്ളതെല്ലാം തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു റാൻഡി ഓർട്ടൺ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മിസ് റാൻഡിയെ പൊക്കിയെടുക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരും കൂടി മിസ് കെഒ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം ഉണ്ടാക്കിയല്ലോ എന്നെല്ലാം തന്നെ ചോദിച്ചു. ഫാൻസ് മുഴുവൻ RKO എന്നുള്ള ചാൻഡുകൾ കൊടുത്തു. അതാ കിടക്കുന്നു RKO. പക്ഷെ അത് കഴിഞ്ഞ് മിസിന് കൈ കൊടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. വീണ്ടും അതാ കിടക്കുന്നു RKO. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു റാൻഡി കണ്ടിട്ടുണ്ടായിരുന്നത് WWE ചാമ്പ്യൻ ആയിട്ടുള്ള കോഡി റോഡ്സിനെയായിരുന്നു. മെക്കിൻഡയറുമായിട്ടുള്ള മാച്ച് കഴിഞ്ഞ് നീ ഒന്ന് ഫ്രീ ആവുക, ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട് എന്നായിരുന്നു. അതെ, റാൻഡി കളത്തിലേക്ക് ഇറങ്ങി.